ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് എംബാങ്ക് അക്കൗണ്ടിൻ്റെ അകത്ത് ഐബാൻ ലെറ്റർ അഥവാ ഐബാൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് അഥവാ അതെങ്ങനെയാണ് നമ്മുടെ മെയിലിലോട്ട് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓൾറെഡി എംബാങ്കിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത്, അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും തന്നെ നമ്മൾ ഓൾറെഡി തന്നെ നമ്മുടെ അക്കൗണ്ടിൻ്റെ അകത്ത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കമൻറ്റിൻ്റെ അകത്ത് ഇഷ്ടംപോലെ പേര് വന്ന് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഐബാൻ ലെറ്റർ അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഐബാൻ ലെറ്റർ ലഭിക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ ഗൈസ്. അതിനായിട്ട് നമ്മൾ ആദ്യമേ എംബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അതിനുശേഷം ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ അകത്ത് വ്യൂ അക്കൗണ്ട് ഹിയർ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെൻഡ് മണി അഥവാ അതിന് തൊട്ട് താഴെ ഒരു ആരോ മാർക്കുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുക്കുക. അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് റിക്വസ്റ്റ് ഐബാൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെലക്ട് പർപ്പസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് എന്ത് പർപ്പസ് ആണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ അതേഴ്സ് എന്നുള്ള പർപ്പസാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമുക്ക് റിക്വസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റിക്വസ്റ്റ് സബ്മിറ്റ് ആവും. അതിനുശേഷം ഡൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡി ഓപ്പൺ ആക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എംബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെയിൽ കാണും. അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഐബാൻ സർട്ടിഫിക്കറ്റ് കാണും. ആ ഡോക്യുമെൻറ്റ് അഥവാ ആ സർട്ടിഫിക്കറ്റ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് എംബാങ്കിൻ്റെ ഐബാൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും തന്നെ എങ്ങനെയാണ് എംബാങ്കിൻ്റെ അക്കൗണ്ടിൻ്റെ അകത്ത് ഐബാൻ ലെറ്റർ അഥവാ ഐബാൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് നമ്മുടെ മെയിലിൽ ലഭിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ ഐഡിയയും ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.